ദുഃഖവെള്ളി ദിനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ സൂചിപ്പിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷർ ഇന്ത്യയിൽ ഇനിയും സുവിശേഷം പ്രസംഗിക്കുമെന്നും ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും താമരശ്ശേരി ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഭൂരിപക്ഷ ധാർഷ്ട്യം ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കരുതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. മിഷണറിമാർ ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ വ്യക്തമാക്കി. ഭൂരിപക്ഷത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കാം എന്ന് ചിന്തിക്കുക, കുറ്റം ആരോപിക്കുക, ആരോപണത്തിന്റെ പേരിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയെടുക്കുക, അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ വിധി നടപ്പിലാക്കുന്നത്, അധികാരം ഉയർത്തുന്നത് ഒടുങ്ങാത്ത പകയുടെ വഴികളാണ്. സഹനങ്ങളുടെ മുമ്പിൽ തളരാത്ത ഒരു റോമൻ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ ശക്തിയോടുകൂടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഈ ഭാരതത്തിൽ ഇനിയും നമ്മൾ സുവിശേഷം പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ആകാശത്തിൻ കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഉറക്കെ നമുക്ക് പ്രഘോഷിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ ആരുടെയും മുമ്പിൽ തല കുനിക്കുകയില്ല. കാരണം നമുക്ക് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് എല്ലാ കാലത്തേക്കുമായി കൊല്ലപ്പെട്ട കുഞ്ഞാടില്ലേ. നമുക്കതുകൊണ്ട് നമുക്ക് ധീരതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കാം, ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ. പ്രത്യാശയുടെ അടയാളമാണ് കുരിശ്. മിഷണറിമാരെ പീഡിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു ഒറ്റപ്പെട്ട വ്യക്തിപരമായ ആക്രമണമായി മാത്രം കരുതാനാവില്ല. മാന്യമായ ജീവിത സംസ്കാരം പടുത്തുയർത്താനുള്ള ഒരു ജനസമൂഹത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടിയാണ് തകർക്കപ്പെടുന്നത്. ക്രൈസ്തവരെയും മിഷണറിമാരെയും ആക്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢമായ സ്വാർത്ഥ താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. ദീപക് ധർമ്മടം ഏറ്റവും പുതിയ ദീപക്, നേരത്തെ കന്യാസ്ത്രീ അറസ്റ്റ് അടക്കമുള്ള ക്രൈസ്തവ വേട്ടക്കാലത്തും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് അതുപോലെയല്ല, ഇത് അതിനേക്കാൾ ഷാർപ്പാണ്, അതിനേക്കാൾ രൂക്ഷമാണ്, വൈകാരികമാണ്. ദീപക്. ഹാഷ്മി പറഞ്ഞത് ശരിയാണ്, അതിനേക്കാൾ ഷാർപ്പാണ്, വൈകാരികമാണ്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. എല്ലാ ബിഷപ്പുമാരും ഏകരൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളുടെ ശേഷമുള്ള പ്രഭാഷണമാണ്, അത് അൽത്താരയിൽ നടത്തിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണങ്ങൾക്കെല്ലാം എല്ലാ ബിഷപ്പുമാരും, അത് സീറോ മലബാർ സഭയായി കഴിഞ്ഞാലും ആർച്ച് ബിഷപ്പായാലും ബിഷപ്പായാലും എല്ലാം ഏകരൂപത്തിൽ സംസാരിക്കുന്നു. അത് ന്യൂനപക്ഷ വേട്ടയ്ക്ക് എതിരായാണ് ആ സംസാരം എന്നുള്ളതാണ്. അതിലേറ്റവും അതിരൂക്ഷമായി സംസാരിച്ചത് മാർ ജോസഫ് പാംബ്ലാനിയാണ്, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷ ധാർഷ്ട്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഇല്ലാതാക്കാനാണ് ശ്രമം. കുറ്റം ആരോപിച്ചുകൊണ്ട് ബുൾഡോസർ ആക്രമണങ്ങൾ നടക്കുന്നു. കോടതി വിധിക്ക് കാത്തു നിൽക്കാതെയുള്ള ആക്രമണങ്ങൾ ഭാരതത്തിൽ പതിവാകുന്നു എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അതിന് വലിയൊരു മാനമുണ്ട്. മാത്രമല്ല മറ്റെല്ലാ ബിഷപ്പുമാരും ഈ സുവിശേഷം ശക്തമായി ഇനിയും അഭിമാനത്തോടെ സംസാരിക്കും, ആരുടെ മുൻപിലും തലകുനിക്കില്ല എന്ന് പറയുന്നതിന് FCRA എന്ന ഒരു നിയമം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട്. മാത്രവുമല്ല പാംബ്ലാനി പിതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വരി നിയമം ഉപയോഗിച്ചുകൊണ്ട് കുരുക്കാൻ നോക്കുന്നു. ദുഃഖവെള്ളി അധികാര വെല്ലുവിളികൾ കൊണ്ട് വിശ്വാസികൾ മറക്കരുത് എന്നുള്ളതാണ്. അതായത് ഈ ദുഃഖവെള്ളി അധികാര വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ദുഃഖവെള്ളിയാണ് എന്ന മുന്നറിയിപ്പാണ് വിശ്വാസികൾക്ക് ബിഷപ്പുമാർ പൊതുവിൽ നൽകിയത്, പ്രത്യേകിച്ച് മാർ ജോസഫ് പാംബ്ലാനി നൽകിയത്. അതായത് കേന്ദ്ര നിയമം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആക്രമണത്തിൻ്റെ ശൈലി ഈ പ്രഭാഷണത്തിലെല്ലാം, അതായത് പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ പ്രതിരോധം തീർക്കുന്ന ശൈലി ബിഷപ്പുമാരുടെ എല്ലാം പ്രസംഗത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. കാരണം ഒന്ന്, ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു, അതായത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജുജി ഇന്ന് കേരളത്തിൽ എത്തുന്ന ദിവസമാണ്. അത്തരമൊരു ദിവസം, ദുഃഖവെള്ളി ദിവസം, ആ പ്രസംഗത്തിൽ ആൽത്താരയിൽ നടക്കുന്ന തിരുക്കർമ്മത്തിന് ശേഷമുള്ള പ്രഭാഷണത്തിൽ കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള നിയമം കൊണ്ട് സുവിശേഷ വിഭാഗത്തെ, സുവിശേഷ പ്രസംഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. മാത്രമല്ല വിശ്വാസികൾ ജാഗ്രതയോടുകൂടി ഈ ദുഃഖവെള്ളിയെ ഒരു കരുതൽ ദിനമായി കാണണമെന്ന സന്ദേശമാണ് എല്ലാ ബിഷപ്പുമാരും, പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസംഗത്തിന് വലിയ മാനമുണ്ട്. ഹാഷ്മി, സഭയെ പീഡിപ്പിക്കുന്നു തന്നെ ഫാദർ റെമിജിയോസ് ഇഞ്ചനാനി പറയുന്നുണ്ട്. സഭ അതിൽ ഉയർത്തെഴുന്നേൽക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ. നേരത്തെയൊക്കെ ഉണ്ടായ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണത്തെക്കാൾ
കുറച്ചുകൂടി ഷാർപ്പായ പ്രതികരണമാണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.